ഒരു പ്രദേശം ഒന്നാകെ നാമമാത്രമായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്താൻ കേരളക്കര ഒന്നടങ്കം ഒരുമിച്ച് നിന്നു. പിന്നാലെ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനവും ചെയ്തു. എന്നാൽ പുനരധിവാസം ഇപ്പോഴും അകലെയാണ്. ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിലെയായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചിട്ടേയുള്ളൂ. കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്ന ഇന്നേക്ക് ഒരു വർഷമാണ്. 2024 ജൂലൈ 29 രാത്രിയോടെയാണ് പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യം മണ്ണിടിച്ചിലുണ്ടായത്. 1 മണിയോടുകൂടി ഇത് വലിയ ഉരുൾപൊട്ടലായി മാറുകയായിരുന്നു. 298 പേർ ദുരന്തത്തിൽ മരിച്ചു എന്നാണ് കണക്ക്. ഇതിൽ 32 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. നിലമ്പൂരും ചാലിയാർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യമാണ് ദുരന്തഭൂമിയിൽ അന്ന് നടന്നത്. കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ നിന്നായി 1809 പേരാണ് രക്ഷാദൗത്യത്തിനായി എത്തിയത്. മുണ്ടക്കൈ, അട്ടമല, പുഞ്ചിരിമട്ടം പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയവരെ അതിവേഗം രക്ഷിക്കാൻ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച ഉരുക്ക് പാലം, അതായത് ബെയിലി പാലം, രക്ഷാദൗത്യത്തിന്റെ നാഴികക്കല്ലായി മാറി. ദുരന്ത മേഖലയിൽ ഇപ്പോൾ ജനവാസമില്ല. അവിടേക്ക് പ്രവേശിക്കാൻ ആ പ്രദേശത്തുണ്ടായവർക്ക് പോലും അനുമതിയുമില്ല. മൊഹാലി ഐശ്വറിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 26 ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ നടത്തിയ പഠനം, ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യജീവനഹാനിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനെ വിലയിരുത്തി. ലാൻഡ് സ്ലൈഡ് ജേണലിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. നമുക്ക് നോക്കാം മുണ്ടക്കൈയിൽ എങ്ങനെയാണ് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി മുന്നോട്ട് പോകുന്നതെന്ന് ഗ്രാഫിക്സിലൂടെ തന്നെ അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ബെയിലി പാലത്തിന് സമീപമാണ്. ന്യൂസ് ഡി കോഡിന്റെ ആ പ്രത്യേക സെറ്റിലാണ്, ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ പ്രത്യേക സെറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുനരധിവാസവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനായി കൽപ്പറ്റ വില്ലേജിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് സർക്കാർ ഏറ്റെടുത്ത 64.4705 ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് ഈ തണലൊരുങ്ങുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 1662 പേർക്ക് ഇവിടെ ഈ 410 വീടുകളിലായി താമസിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പുനരധിവാസത്തിന്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്കറിയേണ്ടത്, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതവുമായി ബന്ധപ്പെട്ട് ലോകം ഒന്നാകെ കേരളത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി മുണ്ടക്കൈയിലേക്ക് ഒഴുകിയെത്തി. ഇരു കൈയും മെയ്യും മറന്നുകൊണ്ട് അവർ സഹായഹസ്തങ്ങൾ നമുക്കായി അയച്ചു. അങ്ങനെ കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 772 കോടി രൂപയാണ്. ആകെ വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ കണക്കാണ്. അതായത് ദുരിതത്തിന് ഒരാണ്ട് പൂർത്തിയാകുമ്പോഴും ദുരിതബാധിതരുടെ പുനരധിവാസം എങ്ങും എത്താതെ തുടരുകയാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 772 കോടി രൂപ പുനരധിവാസത്തിനായി എത്തിയത്. 2024 ജൂലൈ 30 മുതലുള്ള കണക്കാണിത്. ദുരിതത്തിൽ 1 വർഷത്തിന് ശേഷവും വാടക വീട്ടുകളിൽ താമസം തുടരുകയാണ് ദുരിതബാധിതർ. എന്നാൽ ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയതാകട്ടെ ഒരു മാതൃക വീട് മാത്രമാണ്. നമുക്ക് നോക്കാം, ഈ 772 കോടി രൂപയിൽ നിന്നും എത്ര രൂപയാണ് ചെലവഴിച്ചതെന്ന്. അതായത് 91.74 കോടി രൂപ മാത്രമാണ് ഈ ദുരിതബാധിതർക്കായി ഇതുവരെ സർക്കാർ ചെലവഴിച്ചത്. അതിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 40.4 ലക്ഷം രൂപ നൽകി. സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി രൂപ, ദുരിതബാധിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി നൽകി. മറ്റൊന്ന്, ഈ വീട് വേണ്ടാത്തവർക്ക്, അതായത് സർക്കാരിന്റെ പദ്ധതി പ്രകാരം, പുനരധിവാസ ലിസ്റ്റ് പ്രകാരം വീട് വേണ്ടാത്ത ആളുകൾക്ക് പണം നൽകുകയായിരുന്നു സർക്കാർ ചെയ്തത്. അങ്ങനെ ഒരു ആൾക്ക് 15 ലക്ഷം രൂപ വീതമാണ് ഒരു കുടുംബത്തിന് അപ്രകാരം നൽകിയത്. അങ്ങനെ ഈ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും സർക്കാർ ഈ ഫണ്ട് വിനിയോഗിച്ചത്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് നടക്കുന്നത്. ഇപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തികൾക്കായാണ് ഊരാളുങ്ക സൊസൈറ്റിക്ക് 40.4 ലക്ഷം രൂപയും സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടിയും കൈമാറിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപയും നൽകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, മാസബത്തയും
ദിനബത്ത മാസവാടകയും ദിനബത്തയും, അതായത് 1342 കുടുംബങ്ങൾക്ക് 300 രൂപ വീതം സർക്കാർ നൽകി. അതായത് ദുരിതബാധിതർക്ക് അടിയന്തര ധനസഹായം എന്ന പോലെയാണ് 1342 കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകിയത്. ഈ 300 രൂപ വീതം നൽകുമ്പോഴും അത് പലപ്പോഴും അവരുടെ ദൈനംദിന ചെലവുകൾക്ക് പോലും തികയാത്തൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങൾ അടക്കം വലിയ വിലവർധനവുണ്ട്. അപ്പോൾ ഈ 300 രൂപ ഒന്നിനും തികയാത്ത അവസ്ഥയുമാണ് ഉള്ളത്. മറ്റൊന്ന്, ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഗുരുതരമായി കിടക്കുന്നത് 74 രോഗികളാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ തുടർ ചികിത്സ ലഭിക്കാതെ 128 പേർ ഉണ്ട് എന്നും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് അവരുടെ വായ്പയാണ്. കടങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ ഘട്ടങ്ങളിലൊക്കെ സർക്കാർ സഹായങ്ങൾ ഇത്തരത്തിൽ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ കടങ്ങൾ ഏറ്റെടുത്തില്ല. മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ, അതായത് ദേശസാൽക്കരണ ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകളുടെ ഭീഷണിയും ജപ്തിയും ഒക്കെ ഇപ്പോഴും ഈ ദുരിതബാധിതരെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കടത്തിൽ മുങ്ങി 225 കുടുംബങ്ങൾ എന്നുള്ളതാണ്. അതായത് മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൂറിസം ഒപ്പം കാർഷിക വൃത്തിയുമായി ജീവിച്ച മനുഷ്യരാണ്. അവരുടെ ഉപജീവന മാർഗങ്ങളെല്ലാം തന്നെയും ഇല്ലാതായപ്പോൾ നിരവധി കർഷകരാണ് കടത്തിൽ മുങ്ങിയത്. മാത്രമല്ല, ചെറുകിട കച്ചവടങ്ങൾ അടക്കം നടത്തി ജീവിച്ചു പോയ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവരെയെല്ലാം ദുരിതത്തിലായി, കടബാധിത അവരെയെല്ലാം തന്നെ വേട്ടയാടുകയാണ്. അങ്ങനെ 225 കുടുംബങ്ങൾ ഈ കടബാധിതയായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, 993 കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതം വഴിമുട്ടി എന്നുള്ളതാണ്. 993 കുടുംബങ്ങൾ അവിടെ പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റു വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ ഉപജീവന വഴിയാണ് അടഞ്ഞത്. അങ്ങനെ 993 കുടുംബങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മറ്റൊന്ന്, 70 വ്യാപാരികൾ അവരുടെ ജീവിതം പെരുവഴിയിലായി. മുണ്ടക്കൈ ചൂരൽമലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ചെറുകിട കടകളുണ്ടായിരുന്നു. ചെറിയ ചെറിയ പലചരക്ക് കടകൾ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെയും ഇപ്പോൾ പെരുവഴിയിലായി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ നിന്ന് അവർ പുനരധിവസിപ്പിക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതിൽ പ്രധാനം വ്യാപാരികളാണ്. 70ഓളം വ്യാപാരികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹായങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ദുരിതാശ്വാസ സഹായങ്ങൾ വൈകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെല്ലാം തന്നെ സമരത്തിനിറങ്ങി. പക്ഷേ സമരത്തിനിറങ്ങിയപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനമായിരുന്നു അന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊന്ന്, ഈ ഭവന പദ്ധതിയിൽ ഉൾപ്പെടാത്ത 144 കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. മുണ്ടക്കൈ ദുരിത മേഖലയിൽ സർക്കാരിന്റെ ലിസ്റ്റിൽ പലപ്പോഴും സർക്കാർ പറയുന്നത് എല്ലാ ആളുകൾക്കും വീട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താമസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്ന പല ആളുകളും ഇപ്പോൾ ഈ പുനരധിവാസ ഭവന പദ്ധതിയിൽ വീട് ലഭിക്കാതെ അതിന് പുറത്താണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ ദുരിത മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ പലപ്പോഴും ആളുകൾക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സാങ്കേതികത്വത്തിന്റെ പേരിൽ പലപ്പോഴും പുനരധിവാസ പട്ടികയിൽ നിന്നും ഇവരെ തഴയുന്നു എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന ആരോപണങ്ങൾ. മറ്റൊന്ന്, പടവെട്ടിക്കുന്നിലുള്ളവരുടെ കാര്യമാണ്. അതായത് ഈ പടവെട്ടിക്കുന്നുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ജോൺ മത്തായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വാസയോഗ്യമാകും എന്നുള്ളതായിരുന്നു ഇവരുടെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. കേവലം സാങ്കേതികത്വത്തിന്റെ പേരിലാണ് പുനരധിവാസ പട്ടികയിൽ ഈ പടവെട്ടിക്കുന്നിലുള്ളവരെ ഉൾപ്പെടുത്താത്തതെന്നാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ 1 വർഷത്തോളമായി പലയിടങ്ങളിലായി വാടക വീടുകളിൽ കഴിയുകയാണ് ഈ ദുരിതബാധിതയിലുള്ള ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി നമുക്ക് നോക്കാം ജോൺ മത്തായി റിപ്പോർട്ട് എന്താണെന്ന്. ജോൺ മത്തായി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ പഠിക്കാൻ വേണ്ടി ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായി ഏൽപ്പിക്കുകയാണ്. ഉരുൾപൊട്ടലിന് പിന്നാലെ ഓഗസ്റ്റ് 13-നാണ് ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുണ്ടക്കൈയിലും ചൂരൽമലയിലും എത്തുന്നത്. അവിടെത്തി ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന തുടങ്ങി. 2 ഘട്ടങ്ങളിലായാണ് പരിശോധന പൂർത്തിയാക്കിയത്.
3 വാർഡുകളിലായി 108 ഹെക്ടർ ഭൂമി സുരക്ഷിതമല്ല എന്നും വാസയോഗ്യമല്ല എന്നും വിലയിരുത്തിക്കൊണ്ടാണ് ജോൺ മത്തായി അന്ന് റിപ്പോർട്ട് നൽകിയത്. സുരക്ഷിതമായ പ്രദേശങ്ങൾ ഏതൊക്കെ, ദുർബലമായ പ്രദേശങ്ങൾ ഏതൊക്കെ, ഇനി ഏതെങ്കിലും പ്രദേശത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ജോൺ മത്തായിയുടെ റിപ്പോർട്ട് ദുരിതബാധിത മേഖലയിലെ ആളുകളെ ദുരിതത്തിലാക്കുകയായിരുന്നു. വാസയോഗ്യമാണെന്ന് ജോൺ മത്തായി പറഞ്ഞ സ്ഥലത്ത് വാസയോഗ്യമല്ല എന്നാണ് ദുരിത മേഖലയിലെ ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു വാദം ഇനി നമുക്ക് പരിശോധിക്കാം. സർക്കാരിന്റെ വാദത്തിൽ സർക്കാർ പറയുന്നത് 107 വീടുകളുടെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് മാധ്യമങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2026 മാർച്ചിനകം റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കുമെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ദുരിതബാധിതരെ പൂർണ്ണമായും ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരുമെന്നും സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഈ ദുരിതബാധിതരെ പൂർണ്ണമായും ടൗൺഷിപ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് സർക്കാർ പറയുമ്പോൾ പോലും പാടികളിൽ താമസിച്ച ആളുകൾ പോലും ഇപ്പോൾ പട്ടികയ്ക്ക് പുറത്താണ്. ഏതായാലും ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിന് 1 വർഷം പൂർത്തിയാകുന്നത്. ഇനിയെങ്കിലും സർക്കാർ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്തുമെന്നാണ് ഇവിടെയുള്ള ഓരോ ആളുകളുടെയും പ്രതീക്ഷ.